ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. വയനാട് തന്നെയാണ് വിഷയം, വയനാട് തന്നെയാണ് കാര്യങ്ങൾ. അതായത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അതായത് രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു പാർട്ടിയുടെ തന്നെ പ്രവർത്തകരൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അവർ കുറച്ച് ടീഷർട്ട് ഒപ്പിക്കും. ആദ്യം ടീഷർട്ട് അവർ പരമാവധി അവരുടെ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള കളറുള്ള ടീഷർട്ടൊക്കെ ഒപ്പിച്ചിട്ട് അവർ ചെയ്യുന്നത് നേരെ ടീഷർട്ട് കൊണ്ടുവന്നിട്ട് ടൈലർ ഷോപ്പിൽ കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ പേരൊക്കെ അടിക്കും പുറകിൽ. DYFI എന്നോ SYS എന്നോ അതുപോലെ തന്നെ സുഡാപ്പി എന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും പേര് അവരടിച്ചിട്ട് ആ ഒരു ടീഷർട്ട് വിട്ടുകൊണ്ടാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഇറങ്ങുന്നത്. അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കേട്ടോ, അല്ലാതെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല. അതുപോലെ തന്നെ ഇവര് അവിടെ ചെന്നിട്ട് എന്താ പറയാ, ഇവർ ഈ രക്ഷാപ്രവർത്തന സ്ഥലങ്ങളൊന്നും ചെല്ലാറില്ല. ഇവർ ചെയ്യുന്നത് മെയിനായിട്ടും എന്താ പറയാ, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന നാട്ടിലൊക്കെ ചെന്നിട്ട് ചുമ്മാ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ ഇവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പുറകിലുണ്ടാകും. അവരവരുടെ ഫോട്ടോ എടുത്ത് വൈറലാക്കുന്നത്. അപ്പൊ നാളെ നോക്കുന്നവർ എവരാണ് ചെയ്യുന്നത് മൊത്തം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഞാൻ ഈ പറയുന്നത് ഈ കാറിൽ ഇരുന്നിട്ട് ഈ AC ഓൺ ആക്കിയിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു AC റൂമിൽ ഇരുന്നിട്ട് ഇതുപോലെ ചെറ്റത്തരം വർഗീയത മാത്രം പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് TG മോഹൻദാസ് എന്നാണ്. ജി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നത്. H എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ജി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ബഹുമാനം കൊണ്ട് വിളിക്കുന്ന കേട്ടോ. അപ്പം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആദ്യം, അല്ലാതെ എൻ്റെ വാക്കല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ TV കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇതുകൂടാതെ DYFI ഇവരുടെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിലൊന്നും പോയിട്ടില്ല. സേവാഭാരതി കണ്ടില്ല. അവർ ഈ കഴിഞ്ഞ 2018 പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയൊന്നും കാണിച്ചുകൊണ്ട് നടക്കരുത്, അത് മര്യാദയല്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും, ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിൽ അടുത്ത് പോകാൻ ഇവന് പേടിയാണ്. നമ്മുടെ നാട് ഇതുപോലെയുള്ള ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള നെറുകെട്ട മക്കളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോഴേ ഇത് തിരിച്ചു പറയാതിരിക്കാനും കഴിയില്ല. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഒരു മതവിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്നാക്കിയാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ പേര്. ഇവരുടെയൊക്കെ ഭാഷയിൽ അവർ തീവ്രവാദികളാണ്. എല്ലാവരെയും അല്ല കേട്ടോ, ചില പുഴുത്ത RSSകാരെ മാത്രം. ബാക്കി നല്ല ഹിന്ദുക്കൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്, അവരൊന്നും ഒരിക്കലും കുറ്റം പറയരുത്. അപ്പൊ അവരുടെയൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ അവരെല്ലാം തീവ്രവാദികളാണ്. അപ്പൊ തീവ്രവാദികൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇവർക്കെല്ലാം കുരുപൊട്ടും. ഈ SDP-കാരും അതുപോലെ തന്നെ SYS-കാരും തുടങ്ങിയ ഒരുപാട് സംഘടനകൾ, DYFI-കാരായിക്കോട്ടെ, എല്ലാവരും ഇവരെല്ലാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയാ, അല്ലെങ്കിൽ അത് അവർ കാണിച്ചിട്ട് വോട്ട് കിട്ടാനോ രാഷ്ട്രീയ മുതലെടുപ്പിനൊന്നുമല്ല. അതൊരു മനുഷ്യ സ്നേഹം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ 2 കാര്യം കൂടെ പറയാൻ വീട് നിർത്താൻ കേട്ടോ. അതായത് മെയിനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവരൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടില്ല. ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ചുറ്റിയും കറങ്ങി നടക്കത്തതേ ഉള്ളൂ. ആ ടീഷർട്ട് കാണിച്ച് വോട്ട് പിടിക്കലാണ് പണിയെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 2 വീഡിയോ കാണിച്ചു തരാം. ഒന്ന് സേവാഭാരതിയുടെ വീഡിയോ ആണ്, അവർ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന വീഡിയോ. അതുപോലെ തന്നെ സുഡാപ്പിക്കാർ ജോലി ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം.
അതിന് റോഡുണ്ടോ? അവിടെ ഇറങ്ങില്ലെന്ന് അറിയുമ്പോൾ ഞാൻ മാറാൻ നേരത്തെ നിങ്ങളുടെ കൈ പിടിക്കണേ. ബ്രേക്കിന് ഞാൻ മാറാൻ നേരത്തെ എന്റെ കൈ പിടിക്കണം. സാവധാനം മതി. നന്നായിരുന്നു. ഇതിന്റെ പ്രശ്നമല്ല, ഇതിന്റെ പ്രശ്നമല്ല. പോട്ടെ, നേരെ പോട്ടെ. സേവാഭാരതിയുടെ ആൾക്കാർ ജോലി ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവരും ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരും ഇതുപോലെ കാത്തിരിക്കുകയാണോ? എന്താ പറയാ, RSS ഇത് പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അവരും ഇതുപോലെ ടീഷർട്ടുകൾ എന്താ പറയാ ധരിപ്പിച്ച് ഇറങ്ങിയതാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ വന്ന കുറച്ച് മുസ്ലിം പേരുകൾ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. SYS, അതുപോലെ സുന്നി ഫെഡറേഷന്റെ കുറച്ച് ടീമുകൾ, സുഡാപ്പികൾ, DYFI. അവരുടെ ഈ എന്താ പറയാ RSSന്റെ ഒരു മേഖലയും അദ്ദേഹം കണ്ടിട്ടില്ല. RSSകാരുടെ ഒരു ടീഷർട്ട് ഇത് കണ്ടു കാണത്തില്ലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എല്ലാ പരിപാടികളും അവർ ഇറങ്ങി പ്രവർത്തിക്കാറില്ലല്ലോ. ചില അപൂർവമായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ കാണും. അത് TG മോഹൻ സാറിന്റെ കണ്ണിപ്പെടാത്തോണ്ടായിരിക്കും. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ സേവാഭാരതിയുടെ പണ്ട് നമ്മൾക്ക് ഓർമ്മയുണ്ട്, പ്രളയം വന്നപ്പോഴേ നാട്ടിലുള്ള എല്ലാവരും പൈസകൾ സ്വരൂപിച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഓരോരോ വണ്ടികളായിട്ട് ആ ഒരു ക്യാമ്പിലേക്ക് അയച്ചപ്പോഴേ അവര് വണ്ടിയെല്ലാം മറച്ചിട്ട് സേവാഭാരതി എന്നുള്ള ബോർഡ് ഫ്രണ്ടിൽ വെച്ച് ഓടിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വണ്ടി കാലിയായിട്ട് ഓക്സിജൻ കൊണ്ട് കൊടുക്കുന്ന നടന്ന ഒരു വണ്ടി അന്നുണ്ടായിരുന്നു സേവാഭാരതിയുടെ. അപ്പൊ നമ്മൾ അവരെ ഒന്നും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ആരെയും കുറ്റം പറയാൻ വേണ്ടി വീഡിയോ എടുത്തതല്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ പോലും, ബാക്കി എല്ലാ സമയത്തും പോട്ടെ, നമുക്ക് പറയാം, ഈ ഒരു അവസരത്തിൽ നാടിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറയണമെന്നുണ്ടെങ്കിൽ അവൻ അസല് സംഖ്യ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ വേറെ ഒന്നും വേറെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അസല് സംഖ്യ തന്നെ ആയിരിക്കണം അവൻ. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സഹോദരങ്ങൾ ആ മണ്ണിനടി കിടപ്പുണ്ടായിരുന്നു. അവരുടെയൊക്കെ ബോഡികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കിട്ടുന്ന ബോഡി അത് ഹിന്ദുവിന്റെ ആയതുകൊണ്ട് മുസ്ലിം എടുക്കില്ലെന്നോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ആയതുകൊണ്ട് ഹിന്ദു എടുക്കില്ലെന്നൊന്നും നമ്മളവിടെ കണ്ടില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിനോടാണ്, സാറേ താങ്കള് ഒന്നിറങ്ങി ശ്രമിക്കുക. താങ്കള് ഈ വണ്ടിയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒന്നിറങ്ങി അവിടെ വരെ പോയി നോക്കുക. അവരെന്താണ് ചെയ്യുന്നതെന്നെങ്കിലും അറിയാൻ കഴിയുമല്ലോ. താങ്കൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോഴേ എന്താ പറയാ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെയുള്ള സുഡാപ്പികളെ കാണുന്നത്. ഈ പരിസരങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഒന്നുകിൽ ജനൻ TV എന്നുള്ള ചാനൽ മാറ്റിയിട്ട് മറ്റേതെങ്കിലും നല്ല വാർത്താ ചാനലുകൾ വെച്ച് നോക്കുക. അല്ലെങ്കിൽ താങ്കൾക്ക് കഴിയുമെന്നുണ്ടല്ലോ, ഈ വയസ്സായി സംസാരത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുന്നില്ല. എങ്കിലും താങ്കളുടെ ആരോഗ്യം താങ്കൾക്ക് സമ്മതിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടം വരെ പോവുക. പോയിട്ട് അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണുക. അവിടുത്തെ അവസ്ഥകൾ കാണുമ്പോൾ, അവിടുത്തെ ചിതറിക്കിടക്കുന്ന ശരീരങ്ങൾ കാണുമ്പോൾ, ആഹാരത്തിന് ഇന്നലെ വരെ എന്താ പറയാ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാര് ഇന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നൊക്കെ കാണുമ്പോഴേ ചിലപ്പോ താങ്കളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഈ വിഷം ഒന്ന് ഒലിച്ചു പോകാൻ ചിലപ്പോൾ കാരണമായേക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.